അതേപോലെ തന്നെ ബുദ്ധി മറക്കപ്പെട്ട വ്യക്തി, അതൊന്നെങ്കിൽ ചികിത്സക്ക് വേണ്ടിയാകാം, അല്ലേ? ഇപ്പൊ ഒരാൾക്ക് ഒരു ഓപ്പറേഷൻ നടക്കുകയാണ്, റമദാനിലാണ് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, ആക്സിഡന്റ് ആയി, അള്ളാഹു കാക്കട്ടെ. ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബോധം കെടുത്തു, ഇല്ലേ? ആ ബോധം കെടുത്തി 2-3 ദിവസം അബോധാവസ്ഥയിലായിരിക്കും ആ മനുഷ്യൻ ഉണ്ടാകുക. അയാൾക്ക് നോമ്പ് നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ടോ? ഉണ്ടോ? ഇല്ല. ആ ബുദ്ധി ഇല്ലാത്ത സമയത്ത് അയാൾക്ക് നോമ്പ് നിർബന്ധമില്ല. ചില പണ്ഡിതന്മാരെ ഒരു ഖായിദ, ഒരു ലബ്ത്ത്, ഒരു നിയമം വെക്കുന്നത്, നോമ്പ് തുടങ്ങുന്നപ്പോഴാ? മിൻ തുലൂഇൽ ഫജ്ർ, അവസാനിക്കുന്നതോ ഗുറൂബ് ഷംസ്, സൂര്യൻ ഉദിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ, ഇതാണ് നോമ്പിന്റെ സമയം. ഈ സമയത്തിനിടയിൽ എപ്പോഴെങ്കിലും ആ മനുഷ്യന് ബോധം ഉണ്ടായാൽ ആ ദിവസത്തെ നോമ്പ് അയാൾക്ക് നിർബന്ധമായി. ആ ദിവസത്തെ നോമ്പ് അയാൾ ഖളാ വീട്ടേണ്ടി വരും. അതല്ല, ഈ സമയം മുഴുവനായിട്ടും ബോധമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ആ നോമ്പ് ഖളാ വീട്ടേണ്ട ആവശ്യമില്ല. മറിച്ച് പിന്നെ എപ്പോഴാണ് ബോധം വരുന്നത്, റമദാനിലാണെങ്കിൽ ആ നോമ്പെടുത്താൽ മതി. ഇതാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്.